ലേണിഫൈ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാനുള്ള ടോപ്പിക്ക് പ്രൊഡക്ഷൻ ഓഫ് കാൽസ്യം കാർബൈഡ് ആണ്. കാൽസ്യം കാർബൈഡ് പ്രോപ്പർട്ടീസ് ആൻഡ് പ്രൊഡക്ഷൻസ് അല്ലേ. കാൽസ്യം കാർബൈഡ് ഈസ് എ ഡാർക്ക് ഗ്രേ സ്റ്റോൺ ലൈക്ക് കെമിക്കൽ കോമ്പൗണ്ട് വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് അസെറ്റിലിൻ ഗ്യാസ് അല്ലേ. അതായത് കാൽസ്യം കാർബൈഡിൻ്റെ കളർ ഏതാണ്? ഒരു ഡാർക്ക് ഗ്രേ സ്റ്റോൺ ആണ് നമ്മളെ കെമിക്കൽ കോമ്പൗണ്ട് ആയിട്ടുള്ള ഈ ഒരു കാൽസ്യം കാർബൈഡ് അല്ലേ. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താക്കാം? അസെറ്റിലിൻ ഗ്യാസ് ഉണ്ടാക്കാം അല്ലേ. അസെറ്റിലിൻ ഗ്യാസ് കാൽസ്യം കാർബൈഡും വാട്ടറും ലയിച്ചാലാണ് എന്ത് കിട്ടുക? നമുക്ക് അസെറ്റിലിൻ ഗ്യാസ് നമുക്ക് കിട്ടുക. നമുക്കിതിൽ ഇതിൻ്റെ ഒരു സൂത്രവാക്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാൽസ്യം കാർബൈഡിൻ്റെ എന്താണ്? CaC2 ആണ് അല്ലേ. കാൽസ്യം എത്ര % ആണുള്ളത്? 62.5% ആണ് കാൽസ്യം ഉള്ളത്. അതുപോലെ കാർബൈഡ് ഉള്ളത് 37.5% ആണ് കാർബൈഡ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് അല്ലേ. ഒരു 100 ഗ്രാം കാൽസ്യം കാർബൈഡ് എടുത്തു കഴിഞ്ഞാൽ അതിലെന്താ ഉണ്ടാവുക? 62.5 ഗ്രാം കാർബൈഡും 37.5 ഗ്രാം കാർബണും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്കതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇറ്റ്സ് കെമിക്കൽ സിമ്പിൾ എന്താ? കെമിക്കൽ സിമ്പിൾ എന്താ പറഞ്ഞിട്ടുള്ളത്? CaC2 അതാണ് നമ്മൾ ഇതിൻ്റെ കെമിക്കൽ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ അടുത്ത പോയിൻ്റ് അതാ, ഇറ്റ് ഈസ് ബ്രിട്ടിൽ, അതായത് പൊട്ടിപ്പോകുന്നതാണിത്. അതുപോലെ അടുത്ത പോയിൻ്റ് എന്താ? ഇറ്റ് ഡെൻസിറ്റി ഈസ് 2.22 to 2.26 ഓഫ് കിലോഗ്രാം പെർ ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അടുത്ത പോയിൻ്റ് എന്താണ്? ഇറ്റ് ഈസിലി ഒബ്സർവ് മോയ്സ്ചർ ഫ്രം ദി അറ്റ്മോസ്ഫിയർ ആൻഡ് ഗ്രാജുവലി ചേഞ്ച് ഇൻ ടു സ്ലാക്ക്ഡ് ലൈം അല്ലേ. അതായത് ഇത് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുത്തിട്ട് എന്താവും? സ്ലാക്ക്ഡ് ലൈമായിട്ട് മാറുകയാണ് ചെയ്തത്. ഈ സ്ലാക്ക്ഡ് ലൈം എന്ന് പറഞ്ഞാൽ എന്താ? കാൽസ്യം ഹൈഡ്രോക്സൈഡാണ് സ്ലാക്ക്ഡ് ലൈം. അടുത്ത എന്താ? ഇത് മണ്ണെണ്ണ ലയിക്കൂല അല്ലേ. കെറോസിൻ എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയിൽ ഇഫ് ഇറ്റ് ഈസ് അലൗഡ് ടു കം ഇൻ കോണ്ടാക്ട് വിത്ത് വാട്ടർ ഇറ്റ് പ്രൊഡ്യൂസ് അസെറ്റിലിൻ ഗ്യാസ്. അതായത് ഈ ഒരു കാൽസ്യം കാർബൈഡിന് വാട്ടറുമായിട്ടൊരു കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താവും? അത് അസെറ്റിലിൻ ഗ്യാസ് ആയിട്ട് മാറും. ആണ് നോക്കാനുള്ളത് പ്രൊഡക്ഷൻ ഓഫ് കാൽസ്യം കാർബൈഡ്. Calcium carbide is produced in an electric furnace by melting coke and lime in right proportion അല്ലേ. അതായത് റൈറ്റ് പ്രൊപ്പോർഷനിൽ കോക്കും ലൈമും ഒരു ഇലക്ട്രിക്കൽ ഫർണസിലിട്ട് മെൽറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് നമുക്ക് എന്ത്? കാൽസ്യം കാർബൈഡ്. കോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കൽക്കരി. ഓക്കെ, അതേപോലെ ലൈം എന്ന് പറഞ്ഞാൽ എന്താ? കാൽസ്യം ഓക്സൈഡ്. ഓക്കെ, അത് രണ്ടും കൂടി നമ്മൾ ഒരു ഇലക്ട്രിക്കൽ ഫർണസിലിട്ട് മെൽറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താ? കാൽസ്യം കാർബൈഡാണ് നമുക്ക് കിട്ടുക. ഒരു മെട്രിക് ടൺ കാൽസ്യം കാർബൈഡ് ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്? 950 to 1000 കിലോഗ്രാം ഓഫ് ലൈം അല്ലേ. ലൈം എന്ന് പറഞ്ഞാൽ കാൽസ്യം ഓക്സൈഡ് ആണെന്നുള്ളത് പറഞ്ഞു. അതേപോലെ 600 to 610 കിലോഗ്രാം ഓഫ് കോക്ക് ഇല്ലെങ്കിൽ ആന്ത്രസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കൽക്കരിയുടെ വേറെ രൂപം തന്നെയാണ് ആന്ത്രസൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ വേറെ എന്താ വേണ്ടത്? 40 to 70 കിലോഗ്രാം ഓഫ് കാർബൺ ഇലക്ട്രോഡ് മെറ്റീരിയൽ. ഓക്കെ, ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കാം? ഒരു മെട്രിക് ടൺ കാൽസ്യം കാർബൈഡ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഫിഗറിലോട്ടൊന്ന് ശ്രദ്ധിക്കുക. ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന ഇതാണ് ഇലക്ട്രോഡ് ഫർണസ് അല്ലേ. മുകളിൽ കാണിച്ചതാണ് നമ്മളെ ഇലക്ട്രോഡ് ഫർണസ്. അതിൽ കാർബൺ ഇലക്ട്രോഡ് മെറ്റീരിയൽ ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 40 to 70 കിലോഗ്രാം കാർബൺ ഇലക്ട്രോഡ് മെറ്റീരിയൽ വേണമെന്നുള്ളത്. അപ്പോൾ ഇതിൽ കാർബൺ ഇലക്ട്രോഡ് മെറ്റീരിയൽ ഉണ്ട്.
അതുവഴി എന്താവും, ഈ ഫർണസിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ഹീറ്റ് ഉണ്ടാവും. അതുവഴി ഈ ഫർണസിലേക്ക് എന്തിടും, കോക്ക് അല്ലെങ്കിൽ ആന്ത്രസൈറ്റ് ഇടും. കൂടാതെ ലൈം സ്റ്റോൺസും ഇടും. ഓക്കെ, ലൈം സ്റ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കാൽസ്യം ഓക്സൈഡ് ആണെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ചുണ്ണാമ്പ് എന്നൊക്കെ പറയാം, ചുണ്ണാമ്പാണ്. എന്നിട്ട് എന്താക്കും, നമ്മളത് ഹീറ്റാക്കും. ഹീറ്റ് ഏകദേശം ഒരു 3000 to 3600 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നമ്മൾ ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ആവുന്ന സമയത്ത് എന്താവും, ഇത് മെൽറ്റാവും. അതിന് നേരെ താഴെയുള്ളത് എന്താ, ഒരു ഇൻഗോട്ട് ഉണ്ട് അല്ലേ, ആ ഒരു ഇൻഗോട്ടിക്ക് അത് മെൽറ്റായിട്ട് ആ ഒരു ഇൻഗോട്ടിൽ വന്നിട്ട് അത് കളക്ട് ചെയ്യും. അതിന് നേരെ താഴെ അടുത്തൊരു ഇൻഗോട്ട് ക്രഷർ ഉണ്ട്. ആ ഇൻഗോട്ട് ക്രഷറിൽ വെച്ചിട്ട് അത് പൊടിച്ച് കിട്ടുകയാണ് ചെയ്യുക. അത് ഇൻഗോട്ട് ക്രഷറിൽ വെച്ചിട്ട് അത് പൊടിച്ച് കിട്ടും. എന്നിട്ട് വിവിധ സൈസുകളിലുള്ള കാൽസ്യം കാർബൈഡാണ് നമുക്ക് കിട്ടുക. ഇറ്റ് ടേക്സ് 0.875 kilogram calcium and 0.562 kilogram carbon to produce 1 kilogram chemically pure calcium carbide. ഒരു പ്യുവർ കാൽസ്യം കാർബൈഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, 0.875 കാൽസ്യം അതേപോലെ 0.562 കിലോഗ്രാം കാർബണും ഉണ്ടെങ്കിൽ എന്താകും, ഒരു പ്യുവർ 1 കിലോഗ്രാം കാൽസ്യം കാർബൈഡ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സൂത്രവാക്യം ഒന്ന് നമുക്ക് നോക്കാം. കാൽസ്യം ഓക്സൈഡ് പ്ലസ് കോക്ക്, 3 കോക്ക് അല്ലേ, അതും തമ്മിൽ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കാൽസ്യം കാർബൈഡ് പ്ലസ് കാർബൺ മോണോക്സൈഡ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തതായിട്ട് എന്താ, ഡിഫറെൻറ്റ് ഗ്രേഡ്സ് സൈസ് ഓഫ് കാൽസ്യം കാർബൈഡ് ആർ അവൈലബിൾ ഫോർ യൂസ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അസെറ്റ്ലിൻ ജനറേറ്റർ അല്ലേ. ഡിഫറെൻ്റ് ആയിട്ടുള്ള അസെറ്റ്ലിൻ ജനറേറ്ററിന് എന്താ വേണ്ടത്, ഡിഫറെൻ്റ് ആയിട്ട് സൈസുള്ള ഈ കാൽസ്യം കാർബൈഡാണ് നമുക്ക് വേണ്ടത്. അതാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടുക. അപ്പോൾ നമുക്കത് ഡിസൈനഡ് ആക്കിയിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പേരുകൾ നമുക്ക് നോക്കാം. LUMP, EGG, NUT, 14 NDT അല്ലേ, അങ്ങനെയൊക്കെയാണ് ഇത് തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു LUMP എന്ന് പറഞ്ഞത് 90 to 50 അല്ലേ, 90 to 50, അതായത് 90ൻ്റെ മുകളിൽ പോകാനും പാടില്ല അതിൻ്റെ വലിപ്പം, 50ൽ കുറയാനും പാടില്ല അതിൻ്റെ സൈസ് എന്നുള്ളത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണത്. ഇനി നമുക്ക് നോക്കാനുള്ളത്, അത് സൂക്ഷിക്കുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് സേഫ്റ്റിയാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്താ, ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ് അപ്രൂവ്ഡ് പ്ലേസിൽ ഓൺലി അല്ലേ, അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്ലേസുകളിൽ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ എയർ കടന്നു ചെല്ലുന്നതും വെള്ളം ഇതാവുന്ന സ്ഥലങ്ങളിലൊന്നും നമ്മളത് സ്റ്റോർ ചെയ്യാൻ പാടില്ല. സ്റ്റോറേജ് ബിൽഡിംഗ് മസ്റ്റ് നോട്ട് ഹാവ് എയ്തർ വാട്ടർ ലൈൻ ഓർ ഹൈ ടെമ്പറേച്ചർ അല്ലേ. നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് ഒരു വാട്ടർ ലൈനോ അതേപോലെ ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമോ ആവാൻ പാടില്ല. ഇറ്റ് മസ്റ്റ് ബി സ്റ്റോർഡ് ഇൻ ആൻ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കണം, എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ മാത്രമേ നമ്മളത് സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ അല്ലേ. അടുത്തതായിട്ട്, ഫയർ ബ്രേക്ക് ഔട്ട് ഇൻ എ കാർബൈഡ് സ്റ്റോറേജ് റൂം മസ്റ്റ് ബി എക്സ്റ്റിങ്ക്വിഷ്ഡ് വിത്ത് CO2 ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഓർ ഡ്രൈ സാൻഡ് നോട്ട് വിത്ത് വാട്ടർ. തീപിടുത്തം ഉണ്ടായാൽ നമ്മൾ ഇത് വെച്ചിട്ടാണ്, എക്സ്റ്റിങ്ക്വിഷർ വെച്ചിട്ടാണ് നമ്മൾ തീ അണക്കേണ്ടത്. CO2 ഫയർ എക്സ്റ്റിങ്ക്വിഷറും അതുപോലെ ഡ്രൈ സാൻഡ് അല്ലേ. ഡ്രൈ സാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണൽ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ അത് കെടുത്താനും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ആ 2 എക്സ്റ്റിങ്ക്വിഷർ വെച്ചിട്ടാണ് നമ്മളത് അണയ്ക്കേണ്ടത്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താ, ഡു നോട്ട് അലൗ ദ കാർബൈഡ് ടു കം ഇൻ കോണ്ടാക്റ്റ് വിത്ത് വാട്ടർ മോയ്സ്ചർ ഔട്ട്സൈഡ് ദ അസെറ്റ്ലിൻ ജനറേറ്റർ. ഇതിപ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റ് പോയിന്റിൽ തന്നെ പറഞ്ഞു, നമ്മൾ ഒന്നില്ലെങ്കിൽ മോയ്സ്ചർ ഇല്ലെങ്കിൽ വാട്ടറുമായിട്ടുള്ളൊന്നും കോണ്ടാക്റ്റ് ഉണ്ടാവാൻ പാടില്ല.
കാർബൈഡ് ഡ്രംസ് ഷുഡ് ബി ഓപ്പൺഡ് വിത്ത് ടൂൾസ് വിച്ച് വിൽ നോട്ട് പ്രൊഡ്യൂസ് സ്പാർക്ക്. അതായത് നമ്മൾ ഈ കാർബൈഡ് ടാങ്ക് ഇല്ലെങ്കിൽ കാർബൈഡ് ഡ്രം ഓപ്പറേറ്റ് ചെയ്യണ സമയത്ത് ഈ സ്പാർക്ക് ഉണ്ടാകുന്ന അതുപോലത്തെ ടൂളുകളൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അല്ലേ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ബ്രാസ് മെറ്റൽ അതുപോലുള്ള മെറ്റലുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടി വരിക. അടുത്തതായിട്ട് ഇപ്പോൾ ആഫ്റ്റർ ടേക്കിംഗ് ഔട്ട് ദി കാർബൈഡ് ഫ്രം എ ഡ്രം ഇറ്റ് മസ്റ്റ് ബി ക്ലോസ്ഡ് ആൻഡ് മെയ്ഡ് എയർ ടൈറ്റ് ഇമ്മീഡിയറ്റ്ലി അല്ലേ. അതായത് നമ്മളതിൽ നിന്ന് കാർബൈഡ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എയർ ടൈറ്റ് ആക്കി തന്നെ നമ്മൾ അത് വെക്കണം. അടുത്തതായി പ്രിസർവ് കാർബൈഡ് ഇൻ കെറോസിൻ ഇൻ കേസ് ഓഫ് എമർജൻസി. എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ കാർബൈഡ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കെറോസിൻ ഉപയോഗിക്കാം. അടുത്തതായിട്ട് ഇപ്പോൾ നമ്മൾ കാർബൈഡ് ഉപയോഗിക്കുന്ന സമയത്ത് ഗ്ലൗവ് എന്തായാലും ഉപയോഗിക്കണം, കാരണം അത് പൊള്ളി പോകാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ എംപ്റ്റി കാർബൈഡ് ഡ്രം മസ്റ്റ് ബി ഫിൽഡ് കംപ്ലീറ്റ്ലി വിത്ത് വാട്ടർ ബിഫോർ ഡിസ്പോസിങ് ഓഫ്. അതായത് ഈ കാർബൈഡ് നമ്മൾ ഉപയോഗിച്ചിട്ട് ഒരു എംപ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രം ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലീൻ ചെയ്യാം. വെള്ളം ഫുള്ള് അതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ എന്താവും, അത് അസെറ്റ്ലിംഗ് ഗ്യാസായിട്ട് മാറും. അങ്ങനെ അത് ഫുള്ള് ഡിസ്പോസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളത് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടിയൊക്കെ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്തൊരു ദിവസം കാണാം.